നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കോയിൻസ്ബിറ്റ് എന്ന് പറയുന്ന ഒരു യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ഉണ്ട്, ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. അവർ ഇന്ത്യയിൽ വരുവാണ്. അതിന്റെ ഭാഗമായിട്ട് $200 ഈക്വലന്റ് ആയിട്ടുള്ള എയർ ഡ്രോപ്പ് അവർ കൊടുക്കുന്നുണ്ട്, CIN ടോക്കൺസ്. അപ്പോൾ അതിലെങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നും അതിലെങ്ങനെ കോയിൻസ്ബിറ്റിൽ എങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കാമെന്നും KYC വെരിഫിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. എൻജോയ് ടെക് വിത്ത് എസ് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൈറ്റ് ഓപ്പൺ ആയി വരും കോയിൻസ്ബിറ്റിൻ്റെ. അതിൽ സൈനപ്പിൽ ഇമെയിൽ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക, ടിക്ക് കൊടുക്കുക, ഐ അഗ്രിയിൽ ടിക്ക് കൊടുക്കുക, രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. അതായത് ഹ്യൂമൻ വെരിഫിക്കേഷൻ ആണ്. ആ പസിൽ കറക്റ്റായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കറങ്ങിയിട്ട് നമ്മുടെ ഇമെയിലായിട്ടൊരു കൺഫർമേഷൻ മെയിൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇമെയിൽ ഓപ്പൺ ചെയ്യുക. ഇമെയിൽ ഓപ്പൺ ചെയ്തിട്ട് കോയിൻസ്ബിറ്റിൻ്റെ മെയിൽ ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴത്തായിട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ കൺഫേം മെയിൽ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ ഇമെയിൽ കൺഫർമേഷൻ ആണ്. എന്നിട്ട് ക്രോം ക്ലിക്ക് ചെയ്യാം. ക്രോം അല്ലെങ്കിൽ ഒന്നുകിൽ ക്രോമിൽ ചെയ്യാം മൊബൈലിൽ, അല്ലെങ്കിൽ PC-യിൽ ചെയ്യാമെന്നാണ് അവർ സജസ്റ്റ് ചെയ്യണത്. എന്നിട്ട് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇമെയിലും പാസ്വേഡ് അടിക്കാൻ പറയും. നേരത്തെ അടിച്ചു കൊടുത്ത ഇമെയിലും പാസ്വേഡും അടിച്ചു കൊടുക്കുക. എന്നിട്ട് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമെയിലായിട്ട് വീണ്ടും ഒരു കൺഫർമേഷൻ ഡിവൈസ് കൺഫർമേഷൻ കോഡ് വരും, അതായത് OTP. അത് അടിച്ചു കൊടുക്കണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കോയിൻസ്ബിറ്റിൻ്റെ സൈറ്റ് ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ മാർക്കറ്റ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ സാധാരണ നമ്മൾ കാണുന്ന ഒരു എക്സ്ചേഞ്ചിൽ കാണുന്ന അതേ സംഭവങ്ങൾ കാണാൻ പറ്റും. ഇനി 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യൂസർ എന്നുള്ള ബട്ടൺ ഉണ്ട്. ആ യൂസർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ യൂസർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രൊഫൈൽ അൺവെരിഫൈഡ് എന്ന് കാണിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ആ പ്രൊഫൈൽ എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് KYC വെരിഫൈ ചെയ്യണം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബേസിക് ഇൻഫോയിൽ നമ്മുടെ പേര് കാണിച്ചിട്ടുണ്ടാവും. താഴെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബേസിക് ഇൻഫോ നമ്മൾ ഒന്നും ചെയ്യാനില്ല, അത് ഓൾറെഡി നമ്മൾ ഇപ്പോൾ ചെയ്ത സംഭവമാണ് ബേസിക് ഇൻഫോ. ഇനി വെരിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ കണ്ടോ, ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ്റെ അവിടെ വെരിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിൽ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള ഓപ്ഷൻ പുതിയതാണ്. ഇത് ഞാൻ കുറച്ചാൾ മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചാണ്. ഇതിപ്പോൾ പുതിയ ഓപ്ഷൻസ് ആണ്. അതായത് ഇന്ത്യൻ യൂസേഴ്സിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ID കാർഡായിട്ട് ആധാറാണ് പ്രിഫർ ചെയ്യണത്, പിന്നെ പാൻ കാർഡും, പിന്നെ ക്ലിയർ ഫോട്ടോയും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അക്സെപ്റ്റ് അടിക്കുക. അക്സെപ്റ്റ് അടിച്ച് കഴിയുമ്പോൾ പേഴ്സണൽ ഇൻഫോ അടിക്കാൻ വരും. പേഴ്സണൽ ഇൻഫോ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ എല്ലാം സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. പിന്നെ കൺട്രി സെലക്ട് ചെയ്യുക, സിറ്റി സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഹൗസ് നെയിം, അങ്ങനെ എല്ലാ സംഭവങ്ങളും അടിച്ചു കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് അടിക്കുക. അതായത് ബ്രാക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം PO എന്ന് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ P.O എന്നുള്ള അടിച്ചു കൊടുക്കേണ്ടി വരും. ബ്രാക്കറ്റ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അത് കഴിയുമ്പോൾ നമുക്ക് വന്നത്, ഇതിപ്പോൾ പഴയ ഒരു വീഡിയോ ആണ്. അത് കഴിയുമ്പോൾ നമുക്ക് വന്നത് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാനായിരിക്കും. ആധാർ കാർഡും പാൻ കാർഡും അത് രണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത് പണ്ടത്തെയാണ്, കുറച്ച് ദിവസം മുമ്പുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ആധാർ കാർഡും പാൻ കാർഡും ആണ് സജസ്റ്റ് ചെയ്യണത്. അപ്പോൾ ആധാർ കാർഡും പാൻ കാർഡും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ സെൽഫി ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ്. സെൽഫി ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു കയ്യിൽ നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ച ഡോക്യുമെന്റ്സ്, അതായത് ആധാർ കാർഡും പാൻ കാർഡും കയ്യിൽ പിടിക്കണം. പിന്നെ അപ്പുറത്തെ കയ്യിൽ നമ്മൾ പിടിക്കേണ്ടത് coinsbit.in എന്നൊരു വെള്ള പേപ്പർ എഴുതിയിട്ട് അതിൻ്റെ താഴെ ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ടുള്ളതാണ് പിടിക്കേണ്ടത്. KYC വെരിഫിക്കേഷൻ. അത് കഴിയുമ്പോൾ പ്രോസസ്സിംഗ് ഇൻഫർമേഷൻ ഫോർ വെരിഫിക്കേഷൻ എന്നായിരിക്കും. 1-2 ദിവസം എന്തായാലും എടുക്കും വെരിഫൈ ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കോയിൻസ്ബിറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 ലൈൻസിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ യൂസറിൽ ക്ലിക്ക് ചെയ്തിട്ട് റെഫറലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും റെഫറൽ റിവാർഡ്സ് ഉണ്ട്. CIN റെഫറൽ റിവാർഡ്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റെഫറൽ റിവാർഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഫോണിൽ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കിയാലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി ഞാൻ. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റെഫറൽ ലിങ്ക് കിട്ടും. ആ റെഫറൽ ലിങ്ക് അല്ലെങ്കിൽ താഴെ റെഫറൽ ലിങ്ക് ഉണ്ടോ, അത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ അവർ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. കണ്ടോ, 5 ലെവൽ റെഫറൽസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ പാർട്ടിസിപ്പേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മൾ ചെയ്യേണ്ട പാർട്ടിസിപ്പേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സൈനപ്പ് ചെയ്യണം, പിന്നെ കംപ്ലീറ്റ് ചെയ്യണം KYC. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫോളോ ചെയ്യണം. അതായത് ട്വിറ്ററും ഫേസ്ബുക്കും ഫോളോ ചെയ്താൽ മതി. പിന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ടാഗ് ചെയ്യണം, 5 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യണം കമൻറ്റിൽ. അതായത് അവരുടെ ട്വിറ്ററിൽ. ഇത്രയൊക്കെ ചെയ്താലാണ് അവർ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അവർ ചെക്ക് ചെയ്യും നമ്മൾ ചെയ്തോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വാളറ്റിലേക്ക് അവർ 2000 CIN
അയച്ചു തരും. ഈ കോയിൻസ്ബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന 2000 ടോക്കൺസ് നമുക്ക് ഇപ്പോൾ വിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ വിൽക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത് ട്രേഡിങ്ങിൽ വന്നിട്ടില്ല. ഇത് നമുക്ക് ഈ എയർ ഡ്രോപ്പ് വഴി മാത്രമാണ് കിട്ടുള്ളൂ. അതായത് പൈസ കൊടുത്ത് വേറെ മേടിക്കാനും പറ്റില്ല. അപ്പോൾ ഇതിന്റെ ഈ കോയിൻസ്ബിറ്റിന്റെ ആപ്പ് റിലീസ് ആയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കാണുന്ന ആപ്പ് എന്ന് വെച്ചാൽ കോയിൻസ്ബിറ്റിന്റെ ആപ്പ് എന്ന് വെച്ചാൽ അത് യൂറോപ്പ് ബേസ്ഡ് കോയിൻസ്ബിറ്റിന്റെ ആപ്പാണ്. കോയിൻസ്ബിറ്റ് ഇന്ത്യയുടെ ആപ്പ് ഇതുവരെ റിലീസ് ആയിട്ടില്ല. അപ്പോൾ ആപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് സെല് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ട്രേഡിങ്ങിന്റെ ഫീസ് ആയിട്ടൊക്കെ ഇതിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യായിരിക്കും, നമ്മുടെ WRX പോലെ. പക്ഷേ ഇത് നമ്മൾ സെല് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഇതൊരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന്റെ ടോക്കൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ WRX കയറിയ കൂട്ട് തന്നെ ഇതിന്റെ പ്രൈസ് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഹോൾഡ് ചെയ്ത് വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.